അല്ല ഉമേഷ്, ഒന്ന് നവകേരള സദസ്സിന് കോൺഗ്രസ് ഭരിക്കുന്ന അല്ലെങ്കിൽ UDF മുന്നണിയിലെ ഏതെങ്കിലും കക്ഷി ഭരിക്കുന്ന നഗരസഭകളാവട്ടെ പഞ്ചായത്തുകളാവട്ടെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അതാത് പഞ്ചായത്തുകളുടെ നഗരസഭകളുടെ സെക്രട്ടറിമാരാണ് ഫണ്ട് അനുവദിച്ചത്. അത് അനുവദിക്കാൻ പറ്റില്ല, സെക്രട്ടറിമാർക്ക് അതിനുള്ള അധികാരമില്ലെന്ന് കോടതി പറയുകയും ചെയ്തു. ഇനി ഇരിക്കട്ടെ, ഇനി ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ ലീഗ് നേതാക്കൾ അല്ലെങ്കിൽ UDF നേതാക്കളുടെ മുൻകൈയോടുകൂടിയാണ് അങ്ങനെ ഫണ്ട് അനുവദിക്കപ്പെട്ടതെങ്കിൽ ഞാൻ ഈ നിമിഷം നിങ്ങളുമായി ചർച്ചയിൽ ഏർപ്പെടുന്ന ഈ സമയത്ത് അങ്ങനെ ഫണ്ട് അനുവദിക്കാൻ നേതൃത്വം കൊടുത്ത ഒരാൾ പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 5 രൂപ മെമ്പറായി ഇല്ല എന്ന് ആർജവത്തോടു കൂടി ഉത്തരം പറയാൻ പറ്റുന്നത് കൊണ്ടാണ് ഇന്ന് ചർച്ചയ്ക്കിരിക്കുന്നത്. അങ്ങനെ പാർട്ടിയുടെ മുന്നണിയുടെ തീരുമാനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച ആരും, എന്തിനേറെ പറയുന്നു, പാലക്കാട് മുൻ DCC പ്രസിഡന്റ് ആയിരുന്ന ശ്രീ ഗോപിനാഥൻ പോലും ഇന്ന് ഞങ്ങളുടെ പാർട്ടി വിട്ട് വെളിയിൽ പോകേണ്ട വന്നത് നവകേരള സദസ്സിൽ പോയി പ്രഭാത ഭക്ഷണത്തിന്റെ അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും മുന്തിരിയും ഒക്കെ തിന്നാൻ പോയത് കൊണ്ടാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവരാരും ഈ പാർട്ടിയിൽ ഉണ്ടാവില്ല. അതാണ് ഈ പാർട്ടിയുടെ തീരുമാനം. 2, അദ്ദേഹം പറഞ്ഞ കാര്യം, നവകേരള സദസ്സിന് എതിരായുള്ള സമരം വെറുതെയാണ്. എവിടെ വെച്ചാണ് സമരം തുടങ്ങുന്നത്? ഇവരുടെ ഏതോ ഒരു PR ഏജൻസി ഉപദേശിച്ചു കൊടുത്തതിന്റെ പുറത്ത് ഇറങ്ങി പുറപ്പെടുകയാണ്. മുമ്പ് ശ്രീ ഉമ്മൻചാണ്ടി എങ്ങനെയാണോ ജനസമ്പർക്ക പരിപാടി നടത്തിയത്, അതുപോലെ തന്നെ ഞങ്ങൾ ഒരു അഭിനവ ഉമ്മൻചാണ്ടിമാരായേക്കാം എന്ന് പ്രത്യാശിച്ചുകൊണ്ടാണല്ലോ ഇവർ ഇറങ്ങിയത്. ആകപ്പാടെ പെൻഷൻ കൊടുക്കാതെ, കൂട്ടിരിപ്പുകാർക്കുള്ള കിടപ്പ് രോഗികളുടെ കൂട്ടിരിപ്പുകാർക്കുള്ള ഫണ്ട് അനുവദിക്കാതെ, 20 രൂപ ഊണിന്റെ ഫണ്ട് അനുവദിക്കാതെ, പെട്രോളിന്റെ അധിക സെസ് 2 രൂപ ജനത്തിന് മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട്, സപ്ലൈകോയിൽ സാധനങ്ങളില്ലാതെ ഒക്കെയുള്ള വലിയ ദുർഘട അവസ്ഥയിൽ ഈ സർക്കാർ നിൽക്കുമ്പോൾ ഇത് മുഴുവൻ അങ്ങ് വൈറ്റ് വാഷ് അങ്ങ് വെളുപ്പിച്ചു കളഞ്ഞേക്കാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് പിണറായി വിജയനും കൂട്ടരും ഈ യാത്ര ആരംഭിക്കുന്നത്. എന്നാൽ ഉമേഷെ, വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് പോലെ ഈ യാത്രയാളുടെ അവസ്ഥാനം എന്താണ് ഉണ്ടാവുന്നത്? ഇത് സർക്കാരിന് വലിയൊരു പാണ്ടായി, എത്ര തൂത്ത് കളഞ്ഞാലും അവരുടെ മുഖത്ത് നിന്ന് പോകാത്ത വലിയൊരു ജനവിരുദ്ധ പാണ്ടായി അവരുടെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ട്. എവിടെ വെച്ചാണ് ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ സമരങ്ങൾ തുടങ്ങുന്നത്? കല്യാശ്ശേരി വരെ UDFന്റെ യോഗം തീരുമാനിച്ചത്, കോൺഗ്രസ് ഔദ്യോഗിക നേതൃത്വം തീരുമാനിച്ചത്, ഈ പരിപാടിയോട് ഞങ്ങൾ മുഖം തിരിച്ചു നിൽക്കുക എന്നതിനപ്പുറത്ത് യാതൊരു പ്രതിഷേധവും വേണ്ട, ജനം തന്നെ കുറ്റിച്ചൂല് കൊണ്ട് അടിച്ച് നിങ്ങളെ തിരിച്ച് മന്ത്രിസഭയെ സെക്രട്ടേറിയറ്റിൽ എത്തിച്ചോളും എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ തീരുമാനം. എന്നാൽ കല്യാശ്ശേരിയിൽ ഞങ്ങളുടെ പ്രവർത്തകരുടെ, അവിടുത്തെ KSUവിന്റെ, യൂത്ത് കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റുമാരെ വരെ അറസ്റ്റ് ചെയ്യുന്നു. പൗരാവകാശ ലംഘനം. ആ പൗരാവകാശ ലംഘനം കൃത്യമായി അവിടെ ഉണ്ടാകുമ്പോൾ അതിനെതിരെ കരിങ്കൊടി പ്രയോഗവുമായി, കരിങ്കൊടി സമരവുമായി യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവർ അവിടെ എത്തുന്നു. അപ്പോഴാണ് നിങ്ങളുടെ DYFIയുടെ കിങ്കരന്മാർ ഈ ചെടിച്ചട്ടിയും ഹെൽമറ്റും ഒക്കെയായി ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തുന്നത്. അവിടെ അത് അവസാനിച്ചേനെ. ഒരുപക്ഷെ മുഖ്യമന്ത്രി പിറ്റേന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ DYFI ഇതിൽ ചെയ്തത് തെറ്റാണ്, 320 അടക്കം 307 അടക്കം പല വിവിധ വകുപ്പുകളും ഇത് അട്രാക്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ കേസ് എടുത്ത് മുമ്പോട്ട് പോകാനാണ് തീരുമാനം, സുരക്ഷാ ചുമതല പോലീസിന്റേതാണ്, അവർ നോക്കട്ടെ, DYFI കുട്ടികൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പക്വതയോടുകൂടി പിണറായി വിജയൻ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഈ കരിങ്കൊടി